പൊട്ടൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോ വളരെ അത് ഓണാവണോളൂ. ആഘോഷം എനിക്ക് ശ്വാസം വിടണം. അയ്യോ, ഞാൻ ഭയങ്കര സംഭവമൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കര സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. വന്നപ്പോ തന്നെ രതീഷൊക്കെ ഹായ് അസ്സലാമലൈക്കും. അപ്പോഴത്തേക്കും ഗബ്രി ഇങ്ങനെ ഞാൻ എവിടോ. അതും കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ഇവിടെ മൊത്തവും കസേരയും അതും ഇതും. ഗബ്രി ഇതെന്താ എന്റെ കല്യാണവും. പിന്നെ ഞാൻ എങ്ങനെയോ വിളിച്ചപ്പുറത്ത് കൊണ്ടിരുത്തി. ഗബ്രി ഹാപ്പി ബർത്ത്ഡേ. എന്താ വന്ന എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്. ഇത് അസോസിയേറ്റ് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു. നമ്മുടെ ഷുഗർ ഫിൽസ്, നമ്മുടെ ഡെക്കോറിന്റെ ആൾക്കാര്, കേക്ക്, അങ്ങനെ കുറെ പേര്. അവരൊക്കെ എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തു. പാളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്തുനിന്നാണ്. അപ്പൊ എന്താ നീ പറ. ഞാനിങ്ങനെ ആക്ച്വലി ഇമോഷണൽ ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം ബേസിക്കലി ഇന്ന് ഇങ്ങോട്ട് വരണ സമയത്ത് പോലും എന്റെ ചേച്ചി വീഡിയോ കോളിൽ വന്നു. അപ്പൊ ഞാൻ രാവിലെ ഒരെണ്ണം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് ഇനിയിപ്പോ ഉണ്ടാവില്ല, കാരണം നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണല്ലോ ബർത്ത്ഡേ. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും എന്നിങ്ങനെ പ്രതീക്ഷ. അതിന്റെ ഇടയിലും പാളിയടാ ശിവനെ. അതിന്റെ ഇടയിൽ ആരോ നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ബൊക്ക കൊണ്ടുവന്നിട്ട് അല്ല ഇതിനിപ്പോ അവിടെ എത്തിക്കട്ടെ. അപ്പോഴത്തേക്ക് ഗബ്രി ഞാനൊന്നും കേട്ടിട്ടില്ല, എനിക്കൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ പിന്നെ പെയ്യ അങ്ങ് ബാക്കിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എന്നാലും എന്റെ നാളത്തെ പരിപാടി. ഇപ്പൊ ഗബ്രി ആ പോട്ടെ കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് സായി ഒരു നമ്പർ ഇറക്കി. ഫ്ലാറ്റിൽ വെച്ചായിരുന്നു പരിപാടി. സായിയുടെ ആദ്യത്തെ നമ്പറാണ് കേൾക്കുന്നത്. അതുകൊണ്ട് പിന്നെ സായി അതിൽ നിന്ന് വിട്ടിട്ടില്ല. ഇടയ്ക്ക് 5 മിനിറ്റ് ഇടവിട്ട് ഫ്ലാറ്റിലെ പരിപാടി ഇല്ലേ, ഞാൻ സായി കണ്ടിട്ടുണ്ട്. ഞാൻ കാറിൽ വരുന്ന സമയത്ത് ചേച്ചി വിളിച്ചു. എന്റെ ചേച്ചി UK ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോ ഇങ്ങനെ അവളിങ്ങനെ എന്നോട് പറയാ, ഇവളും കേട്ടു, അതായത് നിന്റെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ഇല്ലല്ലോ, നിന്റെ ചെറുപ്പം തൊട്ടുള്ള വിഷമല്ലേ. അതായത് എന്റെ ചേച്ചിയുടെയും അനീതിയുടെ ഒക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണതും കേക്ക് കട്ട് ചെയ്യണതൊക്കെ ഫോട്ടോഗ്രാഫ്സും കുറെ പരിപാടികളൊക്കെ വീട്ടിൽ പഴയ ആൽബത്തിലൊക്കെ ഉണ്ട്. എന്റെ അങ്ങനെ വലിയ കാര്യമായിട്ട്, കാരണം ഞാൻ കൂടുതലും അമ്മമ്മയുടെ അടുത്തും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിന്നതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. പിന്നെ ഞാൻ വലുതായതിനു ശേഷം ഞാനായിട്ട് കുറെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വലുതായി കഴിഞ്ഞപ്പോ പിന്നെ എന്റെ അപ്പനും അമ്മയൊക്കെ ആയിട്ട് ഇപ്രാവശ്യം പപ്പ എന്നെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇത്രയും എന്റെ അമ്മയാണ് സത്യം, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ആക്ച്വലി ഹാപ്പി ബർത്ത്ഡേ മുത്തേ. താങ്ക് യു. ഈ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഞാൻ അങ്ങനെ ലൈക്ക് ഐ എം നെവർ ഔട്ട് ഓഫ് വേർഡ്സ്. ഞാൻ എപ്പോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും വായന്ന് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് വരണ ആളാണ്. പക്ഷെ ഇപ്പോ റൈറ്റ് എന്തെങ്കിലും മറ്റേ സ്പീച്ച്ലെസ് ആയി. I think I'm feeling this for the first time in my life. I've never been speechless before. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ എവറിബഡി ഹു ഹവ് മെയ്ഡ് ഇറ്റ് ടുഡേ. ഇന്ന് ഇത്രയും ദൂരം വന്നതിനും എനിക്കറിയാം കൊച്ചിയിൽ ഇവിടെ വരെ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വന്നാലും ഗബ്രി എന്നിട്ട് വരാൻ നേരത്ത് പറയാ 2.5 മണിക്കൂറായല്ലോ. അതിന്റെ ഒക്കെ ക്രെഡിറ്റ് നമ്മുടെ സായിക്കുട്ടനാണ്. സായിക്കുട്ടനോട് ഞാൻ ചോദിച്ചു കൊച്ചി പോലെ മതി ജാസ്മിൻ, മതി ഗബ്രിയെ ആനയിൽ ഇറക്കണമെന്നായിരുന്നു സായിയുടെ സജഷൻ. അത് മാത്രം ഞങ്ങൾ വേണ്ട. പിന്നെ വേറെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. കഴിഞ്ഞ വർഷം ഇഫ് ഐ എം നോട്ട് റോങ് ഏകദേശം ഈ സമയത്ത് തന്നെ ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ആഡ് ഷൂട്ട് ചെയ്തത്, ആഡിന്റെ ഷൂട്ട് നടന്നത് ഈ സെയിം മനയിലായിരുന്നു. അപ്രോക്സിമേറ്റ്ലി അറ്റ് ദ സെയിം ടൈം.
കഴിഞ്ഞ വർഷം ബിഗ് ബോസ് പോണതിന് തൊട്ട് മുമ്പായിട്ടായിരുന്നു ഒരു ഗോൾഡൻ ആഡാരും അന്വേഷിച്ച് പോണ്ട ഒരു ജ്വല്ലറിയുടെ ആഡ്. പക്ഷെ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ആഡ്, പ്രോപ്പർ ഒരു പ്രൊഫഷണൽ ഷോട്ട് ആഡ് അതായിരുന്നു. അത് ഈ മനയിൽ വെച്ച് കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ കോയിൻസിഡൻസസ് ആണ് മൊത്തം. ജാസ്മിൻ എനിക്ക് ഇന്ന് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്ന ആ വാച്ചും ഞാൻ ഇന്ന് രാവിലെ ഇരുന്നിട്ട് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രോണോഗ്രാഫർ ചേട്ടൻ്റെ ഒരു റിവ്യൂ പിന്നെ വേറെ ഏതോ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഞാൻ ഇതെനിക്ക് മേടിച്ചാൽ കൊള്ളാം, എൻ്റെ കളക്ഷനിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച വാച്ചാണ് ഇവർ സർപ്രൈസ് ആയിട്ട് എനിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്തോ ദൈവത്തിന്റെ ഇടപെടലൊക്കെ കാരണം ഭയങ്കര കോയിൻസിഡൻസസിൽ and I am extremely happy right now. സന്തോഷം കാരണം ഗബ്രിയുടെ നാക്കിടർന്നു ഗൈസ്. No, I am genuinely speechless and I am extremely happy. എനിക്ക് കുറച്ച് നേരം എടുക്കും, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇമോഷൻസ് കുറച്ച് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ചിരിയൊന്നും എനിക്കിപ്പോൾ അറിഞ്ഞൂടാ. ഗബ്രി എന്നോട് ഒരാഴ്ചക്ക് മുമ്പോ എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ജാസ്മിൻ ബർത്ത്ഡേക്ക് ഞാൻ ഒട്ടും എക്സൈറ്റഡ് ആയിരിക്കില്ല, ചിലപ്പോൾ ഞാനൊന്ന് ഹാപ്പി അല്ലെങ്കിൽ നീ എന്നോടൊന്ന് ചോദിക്കരുത്, കാരണം പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല എന്നൊക്കെ ഗബ്രി ഇരുന്ന് വലിയൊരു ഡയലോഗ് അടിച്ചായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്, പക്ഷെ എനിക്ക് വലിയ ഇല്ല അത് സീരിയസ്ലി കഴിഞ്ഞ വർഷം എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് പോലും മുറിച്ചിട്ടില്ല. അങ്ങനെ ഐ ഡോണ്ട് യൂഷ്വലി ഫൈൻഡ് ബർത്ത്ഡേ ദാറ്റ് സ്പെഷ്യൽ, അങ്ങനെ കാണാറില്ല. കാരണം പണ്ട് തൊട്ടേ അങ്ങനെ നമ്മൾ ശീലിച്ചു വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ. പിന്നെ ഈ സമയമാകുമ്പോൾ കുറച്ച് ഡൗൺ ആവും. അതായത് ഈ ബർത്ത്ഡേയുടെ അന്നാണല്ലോ ഒരു വയസ്സ് കൂടുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക ജീവിതത്തിൽ എവിടെ എത്തി, ഇനി അടുത്തത് എന്താന്നുള്ള സാധനം ഏറ്റവും കൂടുതൽ വരണത് ന്യൂ ഇയറിനും പിന്നെ ബർത്ത്ഡേയുടെ അന്നാ. അത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് കഴിഞ്ഞ് നേരെ പോയത് ബിഗ് ബോസിലോട്ടാണ്. ഓക്കെ, അപ്പൊ എന്താ, അപ്പൊ നമുക്ക് ഇവിടെ എനിക്ക് ഏറ്റവും അധികം താങ്ക്സ് പറയേണ്ടത് സിജോ, സായി, സിബിൻ. എന്തുകൊണ്ടാണ് ഇവരെ 3 പേരെ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ സിജോരത്തും സായിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ ഗബ്രിയോടും പറഞ്ഞത്, ഗബ്രി എനിക്ക് ഒന്നും ഞാൻ 2 ദിവസം മുമ്പ് പോലും ഞാൻ പറഞ്ഞതാണ്, എടി ഇതാണ് കേട്ടോളെ എന്റെ അടുത്ത് എന്റെ ബർത്ത്ഡേ സർപ്രൈസിനെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യണോളായിരുന്നു ജാസ്മിൻ. പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ലാതായത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്തേ. ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എടാ ഗബ്രി നമുക്ക് നിനക്ക് എന്തോ വേണം, ബർത്ത്ഡേക്ക് എന്തോ വേണം, വല്ല സർപ്രൈസും വേണോ? അപ്പോഴൊക്കെ ഞാൻ നാട്ടിൽ, അപ്പോഴും ഇതൊന്നും ഗബ്രി എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ ശരി, നമുക്ക് 10-ാം തീയതി എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥലം എടുത്തിട്ട് നമുക്ക് എല്ലാവരെയും വിളിക്കാം. അപ്പോഴും ഗബ്രി നാണം കൊണ്ടുകൂടി നിന്റെ അടുത്ത് ചോദിക്കാൻ, ഉളുപ്പുണ്ടൂടി നിനക്ക് നിന്റെ അടുത്ത് ചോദിക്കാൻ. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ പ്ലാനൊക്കെ ഓൾറെഡി സെറ്റ് ആവും. പക്ഷെ നമുക്ക് എന്തെങ്കിലും നമ്പർ ഇറക്കണമല്ലോ. അങ്ങനെ സായിയും സിജോയും ആണ് ഓരോ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഇടാം, നമുക്ക് ഇത് ചെയ്യാം, നമുക്ക് അത് ചെയ്യാം, നമുക്ക് അങ്ങനെ നോക്കാം ഇങ്ങനെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവര് കുറെ പ്ലാൻ ഇങ്ങോട്ട് പറയുന്നു, ഞാൻ അങ്ങോട്ട് പറയുന്നു. 1.5 ആഴ്ചയായി. പക്ഷെ ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയേണ്ടത്, ഇപ്പൊ സായ ആയാലും സിജോ ആയാലും നമ്മുടെ ജാസ്മിൻ ആണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചു. അതായത് അല്ലല്ല ഞാൻ ആക്ച്വലി എന്റെ ഇന്നത്തെ ഉറക്കത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് എന്റെ ബ്രെയിൻ ഒട്ടും മറക്കുന്നില്ല. സാധാരണ ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാറുള്ളതാണ്. അല്ല, ക്യാച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം അത്ര ഭീകരമായിട്ടാണ് ഞാൻ സായി എന്നെ കൂടെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സായിയുടെ അടുത്ത് പറഞ്ഞു, തൃശ്ശൂര് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ സായി പിന്നെ എന്റെ അടുത്ത് വണ്ടിയിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസ് ടീമാരെല്ലാരും കൂടെ എനിക്കൊരു സർപ്രൈസ് എടുക്കും. ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക്. അപ്പൊ എന്റെ അടുത്ത് എന്നാലും ഞാൻ അറിയാൻ അർത്ഥത്തിലൂടെ ഞാനും ഭീകര രസമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ആക്ച്വലി വണ്ടിയിൽ വരുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാവരും കോളൊന്നും ആയിട്ടില്ല. ബേസിക്കലി എനിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്സിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇതിലും കൂടുതൽ അപ്പോ സർപ്രൈസിന് വേറൊരു എലമെന്റിന്റെ ആവശ്യമില്ല. അടുത്തത് സിബിനെ ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ സിബിൻ ഞാൻ എല്ലാം മൊത്തത്തിൽ പ്രാന്തായി ക്യാമറ അത് ഇത് ഫുൾ ഇങ്ങനെ വട്ടായിട്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് സിബിനോട് സിബിനെ DJ അപ്പൊ സിബിൻ നിനക്ക് എന്ത് പറ്റി, നിന്റെ സൗണ്ടിന് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു മൊത്തത്തിൽ എനിക്ക് പ്രാന്തായിരിക്കും അത്. അങ്ങനെ സിബിൻ ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടെ വന്ന് ഒരു എത്ര മണിക്കോ 1 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ വന്ന് ഇപ്പൊ 7 മണിയൊക്കെ ആയി. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി അറേഞ്ച് ചെയ്ത് തന്നതിന് സിബിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ നമ്മുടെ അഭിഷേക്, നന്ദന, രതീഷക്കയുടെ ഫാമിലി 4:30 വന്നതാ. ഇത്രയും ദൂരം ഉണ്ടായിട്ടും കുഴപ്പമില്ല. അത് എന്താ അറിയോ, ഇന്ന് രാവിലെ വരണം. ഞാൻ എല്ലാവർക്കും 4:30 വരണം. ഞാൻ എല്ലാവർക്കും നേരെ വൈകി പോകുന്ന ഒരാളാണ്. അപ്പൊ അമ്മു ഇടയ്ക്കിടയ്ക്ക് കണ്ണേട്ടാ ടൈം പറഞ്ഞിട്ട് അവളെന്നെ 3:30 മുതൽ തുടങ്ങിയതാണ് പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 4:30 ഇവിടെ എത്തിയതാണ്. എന്നാലും ഭയങ്കര സന്തോഷം. വെരി ഹാപ്പി ബർത്ത്ഡേ. കേക്കിനെ വെച്ചിരിക്കുകയാണ്. എന്താണ് പരിപാടി? നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിലേക്ക് കടന്നാലോ? കേക്കിന്റെ ഒക്കെ ക്ലോസപ്പ് ഷോട്ട് ഒക്കെ എടുത്തുള്ളൂ. കട്ട് ചെയ്യട്ടെ? ഓ എന്റെ അമ്മേ,
ഓക്കെ ഗൈസ്, നമ്മള് ഓൾറെഡി ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു. അപ്പൊ ഗബ്രി എന്നോട് ഇങ്ങനെ വേണ്ടിയിരുന്നുണ്ട്, ഒന്നേ ഉള്ളോ ഗിഫ്റ്റല്ലേ? അല്ല, ഇനിയും ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് ഗബ്രിക്ക് കൊടുക്കാം. എനിക്കറിയാതെ എന്താന്ന് എന്താ? എനിക്കറിയാതെ എന്താന്ന് ഏത് മോഡലാന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ മതിയോ? ആ മതി, ഏത് മോഡലാന്ന് പറഞ്ഞാൽ മതി. ഇതൊരു കാറാണ്, ഇത് ലെഗോ ആണ്. ഇത് ഞാൻ തുറന്നു കാണിച്ചു തരാം. ഗബ്രി ഭയങ്കര മിടുക്കനാ. അതാ കാരണം ഞാനും സിജോയാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ സിബിന് എനിക്ക് 10,000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വക നാളെ ബിരിയാണി. തെറ്റാണെങ്കിൽ ഇപ്പൊ നമ്മൾ അതിന് 10,000 പോരാ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് തുറക്കാം. ഗബ്രി എന്താണ് ഞാൻ ലെഗോ ആണ് പറഞ്ഞത്. ലെഗോ പേര് പറഞ്ഞേ. ലെഗോ അല്ലാട്ടാ ഗൈസ്. അല്ല എനിക്കറിയാം, ഇവൻ പറഞ്ഞു കേട്ടറിയാം, പക്ഷെ അങ്ങോട്ട് നാക്കുതിരിയും പ്രശ്നമാണ്. എന്റെ കൈയൊക്കെ വിറക്കണം. ഇത് നീ പൊട്ടിക്കുമ്പോൾ നിന്റെ കൈ വിറക്കണം. ഇത് പൊട്ടിക്കുമ്പോൾ നിന്റെ കൈ വിറച്ചില്ലെങ്കിൽ എന്ത് പൊട്ടിക്കുമ്പോഴാണ് എന്താണത്? വെയിറ്റ് അനുസരിച്ച് ഞാൻ ഗസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഞങ്ങള് എന്റെ കസിൻസിനെ ഞാൻ കാണാൻ പോയ സമയത്ത് ഫാമിലീസിൽ അവർക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോയായിരുന്നു. അപ്പൊ അന്ന് ജാസ്മിൻ കണ്ടിട്ട് ജാസ്മിൻ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഞാൻ അന്നേ പറഞ്ഞു ഇത് രണ്ടും ഒരേ മുഖച്ചായല്ലേ നോക്കൂ. അപ്പൊ അത് ലൈക്ക് എല്ലാം റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. ഇനി ഇത് പൊട്ടിക്കണോ? ഇത് ഞാൻ ഇതെനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നിർത്തി. എനിക്ക് ലെഗോ ആണെന്നാണ് എന്റെ മനസ്സ് പറയണത്. ലെഗോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാറാണോന്ന് അറിയില്ല, പക്ഷെ ലെഗോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതും ഹാംലീസിന്റെ കവറാ. ഹാംലീസിന്ന് ലെഗോ ഞാൻ കാണിച്ചത്. ഇത് മറ്റേ 10 വയസ്സുള്ള പിള്ളേര് എക്സൈറ്റഡ് ആവുന്ന പോലെയാണ് ഞാൻ ഈ സാധനങ്ങൾ കണ്ട് എക്സൈറ്റഡ് ആവുന്നത്. ഇതൊരു ഐറ്റമാണ്. ഇതൊരു ഐറ്റമാണ്. ഇത് കുറച്ച് സീൻ സാധനമാണ്. മറ്റേ ജെൽ ബ്ലാസ്റ്റർ ആണ്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതില് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ പറയാൻ? ഇത് ഞങ്ങള് അവിടെ വെച്ചിട്ട് നമ്മള് ഫയർ ചെയ്ത് ഞങ്ങൾ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം ഗബ്രി എനിക്ക് ഇങ്ങനെ വാട്സാപ്പിൽ ഇതിന്റെ സാധനം വെച്ചിട്ട് ഇത് ഒരു വട്ടം വാങ്ങിക്കണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ജെൽ ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ നെർഫ് ഗൺ അല്ല. നെർഫിന് സാധാരണ വിടണത് മറ്റേ നെർഫിന്റെ ബുള്ളറ്റ് ആണെങ്കിൽ ഇതിൽ വിടണത് മറ്റേ ജെല്ല് നമ്മൾ വെള്ളത്തിലിട്ട് അതിന്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓക്കെ ഗബ്രിയോട് ഒന്നേ ഉള്ളൂ ഗബ്രിയുടെ ചോദ്യം. മാത്രമല്ല വേറെ ആരാ ചോദിച്ചേ? എന്റെ ചേച്ചിയോട്. ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് ആയി. ഇനി അടുത്തത് ഇനിയൊന്നുമില്ല. സ്പെക്ടക്കിൾസ് ആണ്. ഞാൻ കിഡ്നി വിറ്റ് ലോൺ എടുക്കുന്നൊക്കെയാണ് പറയുന്നത്. എടാ എനിക്ക് കറക്റ്റ് അറിയാത്തോണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കണം. ഒരു മിനിറ്റ് എന്നെ കാണിച്ചേ. അയ്യോ ഗൈസ് ഇത് ഗുച്ചിയാണ്. ഇഷ്ടായോ? ഐ ലവ് ഇറ്റ്. ശരിക്കും ഇഷ്ടായോ? ഇനി എന്നെ കരയിപ്പിക്കരുത് നിങ്ങൾ. അയ്യോ ഓക്കെ അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പൊട്ടിക്കാം. പിടിച്ചോ. ഇത് നമ്മുടെ രതീഷ വാങ്ങിക്കോട്ടെ.
എന്റെ പൊന്ന് അനിയൻ കിട്ടുന്നത് എന്റെ വക ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഓക്കെ സോ മച്ച്. പൊട്ടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചു. ഒരു മിനിറ്റ്. ഇല്ല ഇല്ല ഇത് വലിയ സാധനമല്ല കേട്ടോ, ചെറിയ സാധനം. വലിയ സാധനമൊന്നും വേണമെന്നില്ല. സത്യമായിട്ട് ഇതെനിക്ക് തോന്നുന്നു ഒരു ബൈക്കാണെന്ന് തോന്നുന്നു. ഇത്രയും ദൂരമായിട്ട് കുറെ പേരൊന്നും വരുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ തൃശ്ശൂർക്കാരനാണ്. അപ്പൊ തൃശ്ശൂർ സംബന്ധമായിട്ടുള്ള സാധനമാണ്. ഏതാ? അടുത്ത് വന്നിട്ടുണ്ട്. ആനപ്പിണ്ടം. ഓ ആക്ച്വലി ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണോ? ഇഷ്ടായോ? ഇവന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ കണ്ണാടി കുട്ടി ഭയങ്കര ഇഷ്ടമാണ്. സെലക്ഷൻ ആണല്ലോ അമ്മു ചേച്ചിയുടെ. താങ്ക് യു ചേച്ചി. ഓക്കെ അത് ഹാപ്പി ബർത്ത്ഡേ. ഭയങ്കര നാണത്തിൽ നിൽക്കണം. അമ്മ ഭയങ്കര നാണത്തിൽ നിൽക്കണം. ഇവിടെ തന്നെ വെച്ചോ. അതെ. അല്ല ഇത് ഒരെണ്ണം പൊട്ടിക്കയില്ലേ? ഓക്കെ അമ്മൂത്തെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഓക്കെ ഇനി ലാസ്റ്റ് ഇനി ഇല്ല, കഴിഞ്ഞു കേട്ടോ. ഇതൂടെ ഉള്ളൂ. ഇതൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ എടുത്തോ. ഇതെന്താണെന്ന് നീ പറഞ്ഞാൽ മാത്രമേ ഇത് ഓപ്പൺ ആക്കാൻ സമ്മതിക്കുള്ളൂ. എനിക്കറിയാം. പറ. ഇതൊരു അനാലിസിസ് ഇതൊരു പ്ലേ സ്റ്റേഷൻ ആണ്. അടുത്ത് വന്നിട്ടുണ്ട്. അല്ലല്ല ആ, okay. അടുത്ത് വന്നു PS5 എന്ന് എടുത്തു പറയണം. അടുത്ത് വന്നു പ്ലേ സ്റ്റേഷൻ അല്ല. അടുത്ത് വന്നു. ഇത് ഈ ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, ഇത് ഇങ്ങനെ അവന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയായിരുന്നു. ഇതൊരു പ്ലേ സ്റ്റേഷൻ ആണ്. അപ്പൊ അടുത്തെന്ന് പറയാം പ്ലേ സ്റ്റേഷൻ അല്ലേ? അല്ല ആദ്യം പറഞ്ഞ സാധനം സർപ്രൈസ് ഞാൻ തന്നെ പൊട്ടിച്ചു. ഓ എനിക്ക് നെഞ്ചിടിക്കുന്നു. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞടാ. പൊട്ടിക്കടാ. എന്താ ഇത് ഞാൻ കുറെ നാളായിട്ട് മേടിക്കണം എന്ന് ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഐ മീൻ ഇത് കാണുന്നവർക്ക് ഇപ്പൊ പെട്ടെന്ന് ഞാൻ മറ്റേ ഓഡിയൻസിനോടാണ്, ചിലർക്ക് ഇത് കാണുന്ന സമയത്ത് തോന്നും ഇതൊക്കെ കുഞ്ഞു പിള്ളേരുടെ സാധനമല്ലേ, അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം എക്സൈറ്റഡ് ആവണമെന്ന്. നമ്മുടെ രതീഷേന്റെ മറ്റേ കമ്പിത്തിരി കഥ പോലെയാണ്. നമുക്ക് ഓരോരുത്തരും എക്സൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ വേറെ വേറെ ആയിരിക്കും. എനിക്ക് ഒരുപാട് എക്സ്പെൻസീവ് അങ്ങനെ അതിനേക്കാളും ഇത് എക്സ്പെൻസീവ് അല്ലാന്നല്ല, ഇതൊക്കെ എക്സ്പെൻസീവ് സാധനങ്ങളാണ്. പക്ഷെ ഐ ഡോണ്ട് നോ, ഇത് ജാസ്മിന്റെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് എന്ത് കൊടുക്കണം അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത സമയത്ത് ജാസ്മിൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൾ അറിയാതെ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബർത്ത്ഡേക്ക് മര്യാദയ്ക്ക് മേടിച്ചെന്നുള്ളത് അങ്ങനത്തെ അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പൊ അന്ന് പടക്കം എന്നുള്ളത് ജാസ്മിൻ എൻ്റെ അടുത്ത് അതൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. നമ്മൾ കാറിൽ ഇങ്ങനെ പോണ സമയത്ത് ദൂരെ കണ്ട സമയത്ത് ഞാനത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അതിൽ നിന്നാണ് ഞാൻ ആ സാധനം ആലോചിച്ചത്, കാണാത്ത സാധനങ്ങൾ അങ്ങനെയാണെങ്കിൽ കത്തിപ്പിടിക്കാം എന്നുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്തത്. അതെ, കത്തിച്ചത് അവള് കണ്ടിട്ടില്ല, അപ്പൊ അവളെങ്കിൽ തീ കൊടുക്കട്ടെ എന്നുള്ള മൂഡിലായിരുന്നു ഇത്. പക്ഷെ എന്നെ കൊണ്ട് ഇത്രയൊന്നും ഒരിക്കലും ഒരാൾക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ആൻഡ് ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഈ ഒരു മൊമെന്റിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതായത് ഒരാളെ പരിചയപ്പെടാൻ പറ്റുന്നതും അയാൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാവുന്നതും നമ്മുടെ കൂടെ കൈപിടിച്ച് നിൽക്കുന്നതും പ്രശ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എന്ത് വരുമ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കണതും പിന്നെ നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നതും അത്